നമ്മുടെ സമൂഹത്തിൽ ചില വിശുദ്ധ നിഷേധങ്ങളുണ്ട്. യാതൊരു തെളിവുമില്ലാത്ത ഗോത്രവിശ്വാസങ്ങളെ പരമപവിത്രമെന്ന് കരുതാൻ തയ്യാറാകാത്തവരെല്ലാം നിഷേധികളാണ് എന്ന ധാരണയെ വെല്ലുവിളിക്കുകയാണ് അടുത്തതായി ബ്ലാസ്ഫെമി എന്ന പരിപാടിയിലൂടെ. ഗോത്രകാല മനുഷ്യൻ കൊണ്ടു നടന്ന സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് നമ്മുടെ സമൂഹം വിലക്കാൻ വേണ്ടി കൊടുത്ത ഓമനപ്പേരാണ് ദൈവനിന്ദ എന്നത്. ബ്ലാസ്ഫെമി ഈസ് അവർ ബർത്ത് റൈറ്റ് എന്ന് ലോകം വിളിച്ചു പറയുമ്പോഴും അതിനു മുന്നിൽ തൊഴുകൈയോടെ നിൽക്കുന്ന ആളുകൾക്ക് മുൻപിൽ ധൈര്യസമേതം ഇതാ കുറച്ചു മനുഷ്യരെത്തുന്നു. ഈ ചർച്ചയിൽ അണിനിരക്കുന്നത് മതം വെട്ടിനുറുക്കിയ പ്രൊഫസർ TJ ജോസഫ്, മതം പഠിച്ച് മതത്തിന്റെ അമാനവികത തിരിച്ചറിഞ്ഞ ശ്രീ ജാഫർ ചളിക്കോട്, റേഷണലിസ്റ്റ് പ്രസ്ഥാനവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അഡ്വക്കേറ്റ് KN അനിൽകുമാർ. ഈ ചോദ്യോത്തര പരിപാടിയുടെ മോഡറേറ്ററായി യാസിൻ ഒമർ എത്തുന്നു. ലെറ്റ്സ് വാംലി വെൽക്കം ദം ടു ദ സ്റ്റേജ്. താങ്ക് യു. ആദ്യം തന്നെ എസൻസ് ഗ്ലോബലിന് ഒരു നന്ദി പറയുന്നു. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈം ഷെഡ്യൂളിൽ മാറ്റം വന്നതുകൊണ്ട് സമയം വളരെ പരിമിതമാണ്, അറിയാം. എന്തുകൊണ്ട് മതനിന്ദ എന്ന പേരിൽ തന്നെ എസൻസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 2ാമത്തെ പ്രോഗ്രാമാണ് ലിറ്റ്മസിൽ നടക്കുന്നത്. എന്തുകൊണ്ട് മതനിന്ദ എന്ന് ചോദിച്ചാൽ, മതത്തെ നിന്ദിക്കാതെ ഒരു പുരോഗമന സമൂഹത്തിന്, മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സതി മുതൽ മനുഷ്യബലി വരെ നമ്മൾ അവസാനിപ്പിച്ചത് മതങ്ങളെ നിന്ദിച്ചുകൊണ്ട് തന്നെയാണ്. പലപ്പോഴും മതനിന്ദ നടത്തുമ്പോൾ അല്ലെങ്കിൽ മതത്തെ വിമർശിക്കുമ്പോൾ നിന്ദയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മതവിമർശനം നടത്തുന്നവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം നിലവിലുണ്ട്, നമുക്കറിയാം. അത്തരം സാഹചര്യങ്ങളോട് അസഹിഷ്ണുതയോടെ പെരുമാറുന്ന മതവിശ്വാസികളാണ് ഇവിടെ ബഹുഭൂരിപക്ഷവും എന്നും നമുക്കറിയാം. അതുകൊണ്ട് ഒരു മതത്തെയും നമുക്ക് വിമർശിക്കാൻ സാധിക്കാറില്ല. അസഹിഷ്ണുതയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ സദസ്സിനോട് ഒരു കാര്യം ഉണർത്തിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാനാണ് കരുതുന്നത്. ഒരു ചെറിയ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സഹിഷ്ണുതയോടെ ഈ വേദിയിൽ നിന്ന് ക്യൂ നിന്ന് ഇറങ്ങിപ്പോവുകയും വെയിൽ കൊണ്ട് തിരിച്ച് അതേ സീറ്റുകളിൽ വന്നിരിക്കുകയും ചെയ്ത ഈ സദസ്സിനൊരു സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് ഈ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ അഡ്വക്കേറ്റ് അനിൽകുമാർ സാറിനോട് ചോദിക്കാമെന്നാണ് കരുതുന്നത്. സാർ, ഈ മതനിന്ദ ഇന്ത്യയിൽ ഒരു തെറ്റാണ്, കുറ്റമാണ് എന്ന് പൂർണ്ണമായി പറയുന്നില്ലെങ്കിൽ പോലും മതവികാരം വ്രണപ്പെടുന്നു എന്ന പേരിൽ കേസെടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ 2 ഭാഗത്ത് ഇരിക്കുന്നവരൊക്കെ അതിൻ്റെ ഇരകളാണ്. ഈ നിയമത്തെക്കുറിച്ച് സാറ് എന്താണ് അഭിപ്രായം? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ നിയമം എടുത്തു കളയണം എന്നാണോ താങ്കളുടെ അഭിപ്രായം? ഈ നിയമത്തിന്റെ സാഹചര്യം എന്താണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്നുള്ള കാര്യം ഒന്ന് വിശദീകരിക്കാമോ? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഈ മതനിന്ദയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്, പഴയ ഇന്ത്യൻ പീനൽ കോഡ് 1860 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് നടപ്പാക്കുന്നത്. അന്ന് ഈ 295 എന്ന് പറയുന്ന വകുപ്പുണ്ട്. പിന്നീട് ഏതാണ്ട് 67 വർഷം കഴിഞ്ഞ് 1927 295A എന്ന് പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ 295-നകത്തുണ്ടായിരുന്നത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും അതിൻ്റെ ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വെച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് കൂടുതൽ പറഞ്ഞിരുന്നത്. പിന്നീട് അത് 295A വന്നു കഴിഞ്ഞപ്പോൾ അത് ആ രീതിക്ക് നമ്മളൊരു മതനിന്ദ അല്ലെങ്കിൽ ദൈവദൂഷണം പറയുന്ന മാതിരി ഏതെങ്കിലും പറയുകയോ പ്രസിദ്ധീകരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുറ്റം, ക്രിമിനൽ കുറ്റവും, അത് 2 വർഷം തടവും ഫൈനും കിട്ടത്തക്ക രീതിയിലൊരു കുറ്റമായിട്ട് അന്ന് 1927 ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പാക്കുകയുണ്ടായി. പിന്നീട് വരുന്നത് ഈ നിയമങ്ങൾ പിന്നീട് മാറി ആ 2 വർഷം എന്നുള്ള 3 വർഷമായി. അതുപോലെ തന്നെ സമാന സ്വഭാവമുള്ള 153A എന്ന് പറയുന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർത്തു. ഇതൊക്കെ കൂടി വന്നപ്പോഴും മതത്തെയും ദൈവവിശ്വാസത്തെയും വിമർശിച്ചു കഴിഞ്ഞാൽ പോലീസിന് കേസെടുക്കാവുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ, ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ ഈ 295A-യും 153A ഒക്കെ തന്നെ സ്വതവേ ഇല്ലാതായി പോകേണ്ടതാണ്. ആ രീതിക്ക് നിയമനിർമ്മാണം കൊണ്ടുവന്ന് അത് ഒഴിവാക്കിക്കളയേണ്ടതാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഈ പറയുന്ന 295A-യും 153A ഒക്കെ തന്നെ ഉണ്ടാവാൻ പാടില്ല. പിന്നീട് പുതിയ BNSS വന്നപ്പോൾ പോലും അവിടെയും 299 എന്ന് പറയുന്ന ആ വകുപ്പോട് കൂടിയിട്ട് ഇതൊക്കെ തന്നെ ഇതേ രീതിക്ക് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഫൈൻ എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതികൾക്ക് പണ്ട് 10,000 രൂപയായിരുന്നു ഫൈൻ, ഇപ്പോൾ അത് 50,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ രീതിക്കുള്ള കിരാതമായിട്ടുള്ള നിയമമായിട്ടാണ് നമുക്കതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ. താങ്ക് യു സാർ.
ഞാൻ അടുത്ത ചോദ്യം നേരെ നമ്മുടെ ജോസഫ് മാഷിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കേരളം കണ്ട ഈ മതവികാരം വ്രണപ്പെട്ട് ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരു കുപ്രസിദ്ധമായ കേസായിരുന്നു ജോസഫ് മാഷ് ഒരു ചോദ്യത്തിൽ, ഒരു ക്ലാസ് ടെസ്റ്റിൽ ഇട്ട ഒരു ചോദ്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. അദ്ദേഹത്തെ വിലങ്ങ് വെച്ച് നടത്തുകയും അദ്ദേഹം കുറേ അതിൻ്റെ പേരിൽ കുടുംബവും അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. സാർ, എങ്ങനെയായിരുന്നു അതിൻ്റെ സാഹചര്യം? അതെങ്ങനെയാണ് ആ കേസിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. 2010 എന്നെ സംബന്ധിച്ചും ജീവിതം തന്നെ മാറ്റിമറിച്ച ചോദ്യപേപ്പർ വിവാദം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ക്ലാസ് പരീക്ഷയ്ക്ക് ഇട്ടുകൊടുത്ത ഒരു ചോദ്യപേപ്പറിൽ മതനിന്ദയുണ്ട് എന്ന് ആരോപിക്കപ്പെടുകയാണ് ചെയ്തത്. ശരിക്കും അങ്ങനൊരു മതനിന്ദ ഞാൻ നടത്തുകയോ അങ്ങനൊരു മതനിന്ദ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അത് യൂണിവേഴ്സിറ്റി റെഫറൻസ് ഗ്രന്ഥമാക്കി വെച്ചിട്ടുള്ളൊരു പുസ്തകത്തിൽ നിന്ന് ഒരു സംഭാഷണ ഭാഗം, ഒരു നർമ്മഭാഷണം കുട്ടികളുടെ ഈ ചിഹ്നങ്ങൾ ചേർക്കാനുള്ള ഒരു ചോദ്യത്തിന് ഞാൻ ഇട്ടുകൊടുത്തതാണ്. അപ്പോൾ ഈ സംഭാഷണ ഭാഗം വായിച്ചിട്ട് അതിൽ ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക എന്നുള്ള ചോദ്യമായിരുന്നു. സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ബോർഡിൽ എഴുതി കൊടുത്ത് കുട്ടികൾ അതിനെ ആൻസർ ചെയ്യേണ്ടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് പരീക്ഷയായിരുന്നു അന്ന് നടന്നത്. പക്ഷേ ഇന്ന് DTPയും ഫോട്ടോസ്റ്റാറ്റും ഒക്കെ വന്നതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഈ ചോദ്യപേപ്പർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്ത് അവരുടെ കൈകളിൽ ഒരു റെക്കോർഡായിട്ട് എത്തി. പരീക്ഷയൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ചോദ്യപേപ്പറിനെ കുറിച്ച് വിവാദം ഉണ്ടാകുന്നത്. ചോദ്യപേപ്പറിൽ ഞാൻ ചേർത്ത ഒരു കഥാപാത്രത്തിന് ഭ്രാന്തൻ എന്ന് P.T. കുഞ്ഞു മുഹമ്മദിൻ്റെ പുസ്തകത്തിൽ പേര് ചേർത്ത ഒരു കഥാപാത്രത്തിന് അത് ചോദ്യത്തിലേക്ക് മാറ്റിയപ്പോൾ അതിനൊരു പേരായിരിക്കും ഉചിതം എന്ന് വിചാരിച്ചിട്ട് അത് ആ ലേഖനം എഴുതിയ P.T. കുഞ്ഞു മുഹമ്മദിൻ്റെ പേര് തന്നെ ചുരുക്കി മുഹമ്മദ് ആക്കി ഞാൻ ചേർക്കുകയാണ് ഉണ്ടായത്. ഒരു ചോദ്യപേപ്പറിൽ അത് നല്ല ഭംഗിയായിട്ട് ഇരുന്നോട്ടെ, ആ ചോദ്യത്തിന് ഒരു മിഴിവ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു സാഹിത്യബോധം കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ ഒരു മതനിന്ദയും എനിക്ക് അന്ന് മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ അത് ചില മുസ്ലിം തീവ്രവാദികൾ, അവസരം പാർത്തിരുന്ന തീവ്രവാദികളുടെ കയ്യിൽ കിട്ടുകയും അവരത് വലിയ ഒരു കലാപത്തിന് ആ ചോദ്യപേപ്പറിനെ വിമർശിച്ചുകൊണ്ട് അതിൽ മതനിന്ദയുണ്ട്, പ്രവാചക നിന്ദയുണ്ട് എന്നൊക്കെ വിളംബരം ചെയ്തുകൊണ്ട് തൊടുപുഴ ടൗണിൽ നടത്തി. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ആരോപണം നിയമസഭയിലും അതുപോലെ തന്നെ നിയമപാലകരുടെ അടുക്കലൊക്കെ എത്തിയപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഒരു ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നിരപരാധിയെ കുരുതി കൊടുക്കാൻ തയ്യാറായതിൻ്റെ ബലിയാടാണ് ഞാൻ. അവർ ഒരു പ്രൊഫസർ ഇട്ട അല്ലെങ്കിൽ ഒരു കലാലയത്തിൽ ഒരു പ്രൊഫസർ ഇട്ട ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു പിഴവുണ്ടോ, അതിൽ മതനിന്ദയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് യൂണിവേഴ്സിറ്റി തലത്തിൽ എന്നേക്കാൾ അറിവുള്ള ഒരാളെ നിയമിച്ചിട്ട് വേണമായിരുന്നു. അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണമായിരുന്നു അങ്ങനെ ഒരു നടപടിയെടുക്കാൻ. പക്ഷേ അതൊന്നും ചെയ്യാതെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു, ഏത് വലിയവനായാലും മതനിന്ദ നടത്തിയ ആളിനെ കയ്യാമം വെച്ച് നടു റോഡിലൂടെ നടത്തുമെന്ന്. മലയാള ഭാഷ അറിയാൻ പാടില്ലാത്ത ജില്ലാ കളക്ടർ അന്ന് ഉത്തരവിട്ടു. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ. ഏതായാലും പോലീസ് കേസെടുക്കുകയും എന്നെ പ്രതിയാക്കുകയും ചെയ്തു. പക്ഷേ മതനിന്ദ നടത്തി എന്ന പേരിൽ എൻ്റെ പേരിൽ ഇങ്ങനൊരു കേസ് എടുക്കുന്ന സമയത്ത് അങ്ങനെ തീരുമാനിച്ചെങ്കിലും ചില പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ചോദ്യപേപ്പർ എഴുതിയ ആൾ മാത്രമാണ്. അത് അപ്രൂവൽ ആക്കി അത് DTP എടുത്ത് വിതരണം ചെയ്തത് ഞാനല്ല. ഈ എഴുതി ഉണ്ടാക്കിയ ആളെന്നുള്ള നിലയിൽ ഞാനൊരു 4-ാമത്തെ പ്രതി 5-ാമത്തെ പ്രതി മാത്രം ആകേണ്ട ആളാണ്. 1-ാം പ്രതി അത് പബ്ലിഷ് ചെയ്ത പ്രിൻസിപ്പലാണ്. അത് വിതരണം ചെയ്ത ആളുകളൊക്കെ അതിന് പ്രതി വരണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പോലീസ് ഈ പറയുന്ന കോളേജ് അധികൃതരുമായിട്ട് സംസാരിക്കുകയും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മറ്റു പലരും ചേർന്ന് അവരെ ഒഴിവാക്കിയിട്ട് എന്നെ മാത്രം പ്രതി ചേർത്താണ് 153A 295A 505(2) ഈ 3 വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ആ കേസ് സാറ്, ആ കേസിൽ അതിന്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് പറയാമോ? ആ കേസ് താങ്കൾ ശിക്ഷിക്കപ്പെട്ടോ? ആ കേസിൽ കോടതിയിൽ വന്നപ്പോൾ
കോടതിയിൽ വളരെ കാലം കഴിഞ്ഞിട്ടാണ് വന്നത്. അതായത് ഈ മതനിന്ദ കേസ് ആയതുകൊണ്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു അനുവാദം വേണമായിരുന്നു. അന്നുകൊണ്ടായിരുന്ന ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ് വന്നപ്പോഴാണ്, ഏതാണ്ട് 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ കേസ് കോടതിയിൽ ലിസ്റ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ആ സമയത്ത് എന്നെ ആ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന്, കുറ്റവിമുക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്തു. ആ കോടതി അത് പരിഗണിച്ചു. അദ്ദേഹം ഈ കേസിൻ്റെ 3 വകുപ്പുകൾ പറഞ്ഞുകൊണ്ട്, അതായത് 295A എന്ന് പറയുന്ന ആ വകുപ്പ് പ്രകാരം ഞാൻ മനഃപൂർവ്വം കുൽസിതമായിട്ടുള്ള ഉദ്ദേശത്തോടെ മതനിന്ദ നടത്തി എന്നാണ് എൻ്റെ പേരിൽ ചേർക്കപ്പെട്ട കേസ്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്ന് അദ്ദേഹം ആ കേസിൽ കണ്ടെത്തുകയും അതുപോലെ തന്നെ 153A എന്ന് പറയുന്ന വകുപ്പ് അത് ഈ മതനിന്ദ നടത്തിയതിൻ്റെ പേരിൽ 2 കൂട്ടർ തമ്മിൽ കലഹം ഉണ്ടായാലാണ്. സാറെ, സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമുക്ക് 5 മിനിറ്റും കൂടെ ഉള്ളൂ. ജാഫറിനോടും കൂടെ ചോദ്യം ചോദിക്കണം. ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ശരിക്കും ഇതൊരു പബ്ലിക്കിനെ എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ചോദ്യങ്ങൾ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. ഇതേ ടീം ആ ചോദ്യങ്ങളെ മറുപടി പറയുമെന്ന് കൂടെ ഉണർത്തുകയാണ്. എന്നാൽ ഞാൻ സാർ പറഞ്ഞു, ഏതായാലും ഈ പറയുന്ന വകുപ്പുകളൊന്നും അനുസരിച്ചുള്ള കുറ്റകൃത്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് കോടതി മനസ്സിലാക്കി എന്നെ കോടതി നിരപരാധികം കുറ്റവിമുക്തമാക്കി. പക്ഷേ അതിന്റെ പേരിൽ ഞാൻ 3 ഭാഗത്തു നിന്ന് ശിക്ഷ അനുഭവിച്ചു എന്നുള്ളതാണ് ശരി. അതായത് ചെയ്യാത്ത കുറ്റത്തിന് മാനേജ്മെന്റ് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, ഗവൺമെന്റ് ജയിലിൽ എന്നെ 1 ആഴ്ച തടവിലിട്ടു. അതുപോലെ തന്നെ ശരീഅത്ത് നിയമം അനുസരിച്ച് എൻ്റെ കൈകാലുകൾ മുസ്ലിം തീവ്രവാദികൾ ഛേദിച്ചും കളഞ്ഞു. അതെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ജാഫർ, ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാൻ വന്നത്, ജാഫർ സത്യത്തിൽ ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരാളാണ് സ്ഥിരമായിട്ട്. അതിൻ്റെ പേരിൽ ജാഫറിൻ്റെ പേരിൽ കേസ് വന്നിട്ടുണ്ട്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ പിന്നീട് സമയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വിചാരിക്കുന്നു. താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ അപരമത നിന്ദ നടത്തുന്ന ഒരു മതം ഇസ്ലാമാണ് എന്ന് താങ്കൾ ഫേസ്ബുക്കിൽ എഴുതിയതായിട്ട് ഞാൻ വായിച്ചു. എന്താണ് അതിന്റെ വസ്തുത, അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ? സമയം വളരെ പരിമിതമാണ്. കാരണം ഈ ചോദ്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. എങ്കിലും ഈ ഖുർആനിൽ മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കുന്നത് സത്യവിശ്വാസികളെ എന്നാണ്. അതായത് ശരിക്കും സത്യവിശ്വാസികൾ ഇസ്ലാം മതം വിട്ട് പോരുന്നവരാണ്. കാരണം അവർ സത്യം മനസ്സിലാക്കുകയും മറ്റുള്ളവർ വലിയൊരു നുണക്കഥയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് നുണക്കഥയാണെന്ന് സധൈര്യം വിളിച്ചു പറയുന്നത് കൊണ്ടാണ് നമുക്ക് നിരന്തരം കേസ് വരുന്നത്. 1 അല്ല 3 കേസുണ്ട്. 5:33 ഖുർആൻ പ്രകാരം 2 ദിശകളിൽ നിന്ന് കൈകാലുകൾ വിച്ഛേദിക്കുക എന്ന ജോസഫ് മാഷ് മേലിൽ നടപ്പാക്കിയ ഒരു തന്ത്രം നടപ്പാക്കാതെ ആധുനിക ധാർമ്മികത പുലർത്തിക്കൊണ്ട് നിയമത്തിൻ്റെ വശങ്ങളിൽ അവർ തിരിഞ്ഞു എന്ന് പറയുന്നത് തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയൊരു പുരോഗതിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ചോദിച്ചത് അഡ്രസ്, ഇതിനെല്ലാം നമ്മുടെ കിതാബിലുള്ള സാധനങ്ങൾ മാത്രമാണ് എപ്പോഴും തെളിവടക്കം വരുന്നത്. പക്ഷേ ഇതൊന്നും മുസ്ലിങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞാൻ പറയുന്നു, എന്നെക്കാളും കൂടുതൽ അപരമത നിന്ദ നടത്തുന്ന മറ്റു മതങ്ങളെക്കാളൊക്കെ ഉപരി ഇസ്ലാം മതമാണ്. കാരണം ദിവസവും 5 നേരം കൊടുക്കുന്ന ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ട് അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അല്ലാഹുമ്മ ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നീ അനുഗ്രഹിക്കണമേ, യശസ്സുയർത്തണമേ, മറ്റു മതസ്ഥരെയും മറ്റ് മതവിശ്വാസികളെയും നീ നിന്ദ്യരാക്കണമേ, ഹീനരാക്കണമേ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് മരിക്കാൻ കിടക്കുമ്പോഴും പറഞ്ഞത് ലോക സമസ്ത സുഖനോ ഭവന്തോ എന്ന് സുഖമുള്ള ഒരു വാക്കല്ല, ഒരു രോമാഞ്ചം കൊള്ളുന്ന വാക്കല്ല മുഹമ്മദ് പറഞ്ഞത്. മെസഞ്ചർ ഓഫ് അല്ലാഹ് said, if I live, I shall certainly expel the Jews and Christians from Arabian Peninsula എന്ന് പറഞ്ഞു. ഞാൻ അല്പകാലം കൂടി ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അറേബ്യൻ ഉപദ്വീപിലുള്ള എല്ലാവരെയും ഞാൻ നാട് കടത്തുമായിരുന്നു എന്ന്. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇതിൽ ഖുർആനിൽ പറയുന്ന ഫാത്തിഹ തന്നെ പറയുന്നവർ തുടങ്ങുന്നത് ജൂതന്മാരെ കുറിച്ച് കോപത്തിനിടയായവരെന്നും വൈബേച്ചരെന്നും പറയുന്നു. 8:55 ജീവികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരെന്ന് പറയുന്നു. അതേപോലെ തന്നെ 96 പറയുന്നു നികൃഷ്ടർ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 9:28 ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, അതായത് മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം നജസ്സാണ്, തൊട്ടാൽ അശുദ്ധമാവുന്നവരാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ 9:51 ഇവരെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളൊന്നും മിത്രങ്ങളായി സ്വീകരിക്കരുതെന്നും 6:23 സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ കൂടി അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുതെന്നും അങ്ങനെ സ്വീകരിക്കുന്നവർ അക്രമികളാണെന്നും 24:3 മുസ്ലിങ്ങളല്ലാത്തവരുടെ ഭാര്യമാര് എല്ലാവരും വ്യഭിചാരിണികളാണെന്നും മുസ്ലിങ്ങളല്ലാത്ത സ്ത്രീകളുടെ ഭർത്താക്കന്മാർ വ്യഭിചാരികളാണെന്നും
പറയുന്നു. അതേപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം നരകത്തിൻ്റെ വിറകുകൊള്ളികളാണെന്ന് ഖുർആനിൽ 10ഓളം സ്ഥലത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം അപരമത നിന്ദ നടത്തുന്ന ഒരു മതം ഇസ്ലാമിനെ പോലെ മറ്റൊന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ എന്ത് ഉടക്കുകൂട്ടി പേടിപ്പിച്ചാലും എത്ര രീതിയിൽ നമ്മളെ വേട്ടയാടിയാലും സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കും. അതിന് ഒരു കുറവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമ്മൾ വിളിച്ചു പറയുന്നത് സത്യമാണെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം നമ്മുടെ ശബ്ദം ഉയർന്നു തന്നെ കൊണ്ട് തന്നെ നിൽക്കും. താങ്ക് യു. ഞാൻ ഈ വിഷയവുമായി നമ്മുടെ സമയം അവസാനിക്കും. ഞാൻ അനിൽ സാറോട് ഒരു കാര്യം ചോദിക്കാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. സാറ്, നമ്മൾ പലപ്പോഴും ഈ സ്വതന്ത്ര ചിന്തകർ ഇതുപോലെ നിരവധി കേസുകളിൽ കുടുങ്ങാറുണ്ട്. സാറ് ബാർ കൗൺസിൽ ചെയർമാനാണ്, പ്രസിഡന്റ് അല്ലേ ആണ്, പിന്നെ അതുപോലെ ഈ അഡ്വക്കേറ്റാണ്. ഈ ജുഡീഷ്യറിയിൽ നിന്ന് ഈ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം നീതി ലഭിക്കാം ഒരു മിനിറ്റിന്റെ താഴെ പറഞ്ഞുകൊണ്ട് സാർ ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരുമായിട്ട് ഒരു കാര്യം പറയാം. ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ചിട്ട് പുതിയ BYS ആണെങ്കിൽ പോലും ഒരു മതനിന്ദ കേസിനകത്ത് നിലവിലുള്ള രീതിക്ക് ഒരു ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നിയമത്തെ അധികം ഭയപ്പെടേണ്ട കാര്യമില്ല. തുടക്ക സ്റ്റേജിൽ ചെറിയ പോലീസിൻ്റെ ഭാഗത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടല്ലാതെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ മതനിന്ദ ഇന്ത്യയിൽ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഇന്നേ വരെ ഒരു കേസിനകത്തും ആരെയും ശിക്ഷിച്ചതായിട്ടൊരു അറിവ് എനിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട് മതനിന്ദ നടത്താം. അത് നമ്മുടെ ഭരണഘടന നമ്മൾക്ക് നൽകിയിട്ടുള്ള അവകാശമാണ്. താങ്ക് യു സാർ. താങ്ക് യു. എസൻസ് ഗ്ലോബൽ അവസാനിപ്പിക്കുകയാണ്. മതങ്ങൾക്ക് ഓശാന പാടുന്ന, മതങ്ങൾക്ക് മുന്നിൽ മുട്ടിടിച്ച് വീഴുന്ന രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഉള്ളപ്പോൾ ഇത്രയും സ്വതന്ത്ര ചിന്തകർ ഈ മതനിന്ദ, ബ്ലാസ്ഫമി തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന് ഒരു അവസരം തന്ന എസൻസിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു സർ. മതനിന്ദയെ കുറിച്ചുള്ള ഈ സെഷനിൽ പങ്കെടുത്ത പ്രൊഫസർ TJ ജോസഫിന് മെമന്റോ സമ്മാനിക്കുന്നതിനായി ട്രീസ മേരിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാഫർ ചളിക്കോടിന് മെമന്റോ നൽകുന്നതിനായി ലിജോ തൊടുപുഴയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. KN അനിൽകുമാറിന് മെമന്റോ സമ്മാനിക്കുന്നതിനായി ജോബിഷ് മലപ്പുറം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യാസിൻ ഒമറിന് മെമന്റോ നൽകുന്നതിനായി സെബാസ്റ്റ്യൻ എറണാകുളത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു.